അത് നാവിനാൽ വർണ്ണിപ്പതല്ലല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളോടെ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആത്മനാഥാമിൻ കൃപകളും വർണ്ണിപ്പതല്ലോ ആത്മനാഥാമിൻ കൃപകളും ആലംബഹീനരായി വന്നിടും നാഥൻ തീർത്തിടുകേ. ആലംബഹീനരായി വന്നിടും നാഥൻ തീർത്തിടുകേ. നിന്നാത്മശക്തിയാലേ നിത്യം നടത്തവേ നാഥ. നീ കൃപയെന്നും ഏകേണമേ. നിന്നിൽ പുതുതായി തീർന്നിടുവാൻ, നിന്നിൽ പുതുതായി തീർന്നിടുവാൻ. ഓ ദൈവമേ, പാപത്തിന്റെ നീർക്കയത്തിൽ ഞാനായിരിക്കുന്നു. യഥാർത്ഥ വഴിയറിയാതെ എന്റെ ജീവിതം തപ്പിത്തടയുന്നു. ഓ ദൈവമേ, അങ്ങനെ തേടി വന്ന ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിന്റെ മുമ്പിൽ എന്നെ പൂർണ്ണമായും സമർപ്പിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ സ്നേഹം നുകരുവാനും അത് പകരുവാനും എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപത്തിലാഴത്തിൽ ഞാനിരുന്നു, പാപയറിയാതെ ഞാൻ നടന്നു. പാപത്തിലാഴത്തിൽ ഞാനിരുന്നു, പാപയറിയാതെ ഞാൻ നടന്നു. പാപിയമെന്നെ തേടിവന്നു, പരമോന്നതനീ ധരയുന്നു. പാപിയമെന്നെ തേടിവന്നു, പരമോന്നതനീ ധരയുന്നു. നിന്നാത്മശക്തിയാണേ നിത്യം നടത്തണേ നാഥ. നിൻ കൃപയെന്നും ഏകേണമേ. നിന്നെ പുതുതായി തീർന്നിടുവാൻ, നിന്നെ പുതുതായി തീർന്നിടുവാൻ, പുതുതായി തീർന്നിടുവാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ശാന്തമായ സ്വസ്ഥാനങ്ങളിൽ നമുക്ക് ഇരുന്ന് തിരുവചനം ശ്രവിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരല്പസമയം കൂടി വചന ശുശ്രൂഷയിൽ നമ്മൾ മുഴുകുകയാണ്. ഇനി അച്ഛന്റെ പോക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന തിന്മകളെ പറ്റിയാണ്. എന്റെ ജീവിതത്തിലുണ്ടാകാവുന്ന തിന്മകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കാണുകയാണ്. ഒന്നാമതായി വിദ്വേഷം, പക, കലഹം, ഭിന്നത, വൈരാഗ്യം, വെറുപ്പ്, പിണക്കം, മിണ്ടാതിരിക്കുക, ഇഷ്ടമില്ലായ്മ. എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചു പറയാം, സ്നേഹരാഹിത്യം പാപത്തെ പ്രസവിക്കുന്ന അമ്മയാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും പറയുകയാണ്, പുറത്ത് നിൽക്കുന്നവര് അകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രവേശിക്കണം. എങ്കിൽ മാത്രമേ വചനം നന്നായി സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും ഒന്ന് ഒച്ച കേട്ടാൽ പോരാ, അകത്ത് ആയിരുന്ന് ശ്രവിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അകത്ത് ധാരാളം ഇടയുണ്ട് എന്നുള്ളതും അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് എന്റെ മനസ്സിൽ ആരോടെങ്കിലും ഭിന്നത, വെറുപ്പ്, വൈരാഗ്യം
മുതലായവ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് തികച്ചും ഉചിതമാണ്. അത് നമ്മളെ രോഗികളാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ ഭിന്നതയുണ്ടെങ്കിൽ അത് നമ്മളെ വലിയ അപകടത്തിലാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുവാനും ചിന്തിക്കുവാനും സാധിക്കട്ടെ. എന്റെ മനസ്സിൽ ആരോടെങ്കിലും ഭിന്നതയും വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഉണ്ടോ? ചെറിയ ഇഷ്ടക്കേട് പോലും തിന്മയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. മത്തായി സുവിശേഷം 18:35 അതേപ്പറ്റി പറയുന്നത് നമുക്ക് കേൾക്കാം. മത്തായി 18:35. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. നിങ്ങൾ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ അവിടെ ഒരു കഥ പറഞ്ഞു. വരനുമല്ല, ഒരാളോട് 10,000 രൂപ ഒരാൾ കടം മേടിച്ചു. ആ കടം കൊടുത്തു തീർക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ യജമാനൻ പറഞ്ഞു, നീ നിന്റെ സർവ്വതും വിറ്റ് അത് തിരിച്ചു കൊണ്ട് തരുക. അവൻ കാലേ വീണ് അപേക്ഷിച്ചു. അപ്പൊ യജമാനൻ പറഞ്ഞു, ശരി, നീ ഇനി അത് തരണ്ട. വലിയ കരുണയാണല്ലോ നോർത്ത് കുറെ അവനെ നല്ല വാക്കൊക്കെ പറഞ്ഞിട്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പം അവനോട് 100 രൂപ മേടിച്ചു ഒരുത്തനെ കണ്ടു. പിടിച്ച് അവന്റെ കൊങ്ങായ്ക്ക് വെയിലാന്റെ പൈസ. അവൻ പറഞ്ഞു, അയ്യോ എന്റെ നമ്പറോത്തി മെഡിക്കോളെ ആശുപത്രിയിലാണ്, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. അവനെ പിടിച്ച് വീട്ടുതടങ്കലിലിട്ടു. ഇതറിഞ്ഞ വലിയ യജമാനൻ ഇവനെ പിടിച്ച് മർദ്ദകർ കേൾപ്പിച്ചു കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നു. ഈ കഥ ആരെ പറ്റിയാണ്? നമ്മളെ പറ്റിയാണ്. ദൈവത്തിന്റെ അടുത്ത് വന്ന് നമ്മൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കാതെ വരുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായ തെറ്റാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പാപത്തിന്റെ മർദ്ദനത്തിൽ നമ്മളെ വിട്ടുകൊടുക്കുന്ന തിന്മയാണ് ഭിന്നത. മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നച്ഛൻ പറയുകയാണ്. 1 യോഹന്നാൻ 3:15 പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ അടുത്ത നാളുകളിൽ എടത്വാപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു കത്ത് വായിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛൻ എടത്വാപ്പള്ളിയിൽ ഫെബ്രുവരി 11 മുതൽ 15 വരെ നടത്തിയ ധ്യാനത്തിൽ എനിക്ക് 5 ദിവസവും സജീവമായി പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛന്റെ ധ്യാനം പരിശുദ്ധാത്മാവിന്റെ അതിശക്തി നിറഞ്ഞതായിരുന്നു. വലിയ അഭിഷേക അനുഭവമായിരുന്നു. എനിക്കതുവഴി വളരെ വർഷങ്ങളായി മിണ്ടാതിരുന്ന എന്റെ മൂത്ത സഹോദരനോടും ഇളയ സഹോദരനോടും ക്ഷമിച്ച് സംസാരിക്കുവാൻ സാധിച്ചു. തീർത്തും എന്റെ കുഴപ്പമല്ലായിരുന്നു പിണക്കത്തിന് കാരണം. എന്നാൽ അച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ എനിക്ക് വലിയ അഭിഷേകമായി തോന്നി. അതുവഴി ആ ദിവസം തന്നെ 2 പേരുടെയും വീട്ടിൽ പോയി സംസാരിച്ചു. അച്ഛന്റെ അധരം കൊണ്ട് ദൈവവചനം ശക്തമായ അനേക വർഷം പൊട്ടിപ്പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മനുഷ്യൻ ധ്യാനം കഴിഞ്ഞ് നേരെ പോയത് ആ പിണക്കമുള്ള സഹോദരങ്ങളുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് രമ്യപ്പെട്ടു. എന്നിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, ആവശ്യമാണ്. തിരുവചനം അതാണ് പറയുക. മത്തായി 5:23 പറയുന്നുണ്ട്, ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്നോർത്താൽ നീ പോയി രമ്യപ്പെടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ ആരോടെങ്കിലും ഭിന്നത, വെറുപ്പ്, വൈരാഗ്യമുണ്ടെങ്കിൽ ഈ ദിവസം ദേവാലയത്തിൽ വെച്ചുകൊണ്ട് നിരുപാധികം ആ വ്യക്തിയോട് ക്ഷമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 6:15 തന്നെയാണ് പറയുക, മറ്റുള്ള സഹോദരങ്ങളോട് നിങ്ങൾ ക്ഷമിക്കാത്തപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നത്. നമ്മളെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഹൃദയത്തിലൊരു തീരുമാനമെടുക്കണം എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പിറകിൽ ദൈവത്തെ കാണുക. മറ്റുള്ളവരിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പിറകിൽ ദൈവത്തെ കാണണം. ശരിയാണ്, അയാൾ എന്നെ ദ്രോഹിച്ചു, അമ്മായിയമ്മ എന്നെ ദ്രോഹിച്ചു, മരുമകൾ എന്നെ വിഷമിപ്പിച്ചു, ഭർത്താവ് എന്നെ വിഷമിപ്പിച്ചു, ഭാര്യ എന്നെ വിഷമിപ്പിച്ചു, അയൽവക്കക്കാരെനിക്ക് പാര പണിതു
ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. അല്ല, കോവർക്കേഴ്സ് എന്നെ വിഷമിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഓർക്കുക, ദൈവമാണ് അവരിലൂടെ പ്രവർത്തിച്ചത്. അത് ബൈബിളിലുള്ള ആശയം തന്നെയാണ്, നിങ്ങൾക്കറിയാം. ഒരു റവറന്റ് ഫാദറിന്റെ അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ഈ അച്ഛൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തിന് ബസ്സിൽ കയറി. കോട്ടയത്തുനിന്ന് എക്സ്പ്രസ് ബസ്സിലാണ് കയറിയ. എക്സ്പ്രസ് ബസ്സിന്റെ പ്രത്യേകത ആളുകളെ ഇരുത്തിക്കൊണ്ട് പോവുള്ളൂ, നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ സീറ്റ് എത്ര ഉണ്ടോ അത്രയും പേരെ കയറ്റുള്ളൂ. അപ്പൊ അച്ഛൻ കയറി നേരത്തെ ഒരു സീറ്റൊക്കെ പിടിച്ചിരുന്നു. അപ്പൊ ആളുകള് ഇങ്ങനെ ബസ്സിലോട്ട് ഇടിച്ചു കയറി. അവസാനം 2 ചെറുപ്പക്കാർ വന്ന് കയറി ഡബിൾ ബെൽ അടിച്ചപ്പോ. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു, ഒരാൾക്കേ സീറ്റുള്ളൂ, ഒരാൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പൊ കയറിയവർ നല്ല ചെറുപ്പക്കാരായിരുന്നു, ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ. അതുകൊണ്ട് പിന്നെ മറ്റവന്റെ വണ്ടിയാണെന്ന് ചോദിച്ചു. അവന്മാരും കയറി. കണ്ടക്ടർ ഒരു പാവമായിരുന്നു, ഒന്നും മിണ്ടിയില്ല. കണ്ടക്ടർ പാവമായിരുന്നുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. ഇവന്മാരകത്ത് കയറുന്നപ്പം 2 സീറ്റ് ഉണ്ട്. എന്നിട്ട് ഇവനിൽ ഒന്നല്ലേ ഉള്ളത് പറഞ്ഞുള്ളൂ. നേരെ ഇങ്ങോട്ട് വന്ന് കണ്ടക്ടറുടെ കർണക്കുറ്റി നോക്കി ഒറ്റ അടി. കണ്ടക്ടറുടെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും ക്ഷുഭിതരായി. വണ്ടിയിലുള്ളവരെല്ലാം, എടാ നീ എന്തിനാ അടിക്കാൻ പോയെന്ന് ചോദിച്ചു ബഹളമായി. ഇവനിവിടെ സീറ്റ് കയറിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഏതായാലും ബഹളം മൂത്തപ്പം കണ്ടക്ടർ പറഞ്ഞു, പ്ലീസ്, എനിക്കിട്ടല്ലേ അടികൊണ്ട്, നിങ്ങൾക്കിട്ട് കൊണ്ടില്ലല്ലോ, ഇരിക്കുക എന്ന് പറഞ്ഞാലായിരുന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇവനും എന്നെ താല്പര്യമില്ല, ഇവന് നമ്മൾ മാത്രം. എല്ലാവരും മിണ്ടാതായി. ഡ്രൈവർ വിവരം അറിഞ്ഞു. ഡ്രൈവർ പറഞ്ഞു, ഇത് തൊഴിലാളിയുടെ പ്രശ്നമാണ്, പരിഹരിക്കാതെ വണ്ടി വിടുക. അപ്പൊ അവിടെ ഡ്രൈവറോടും പറഞ്ഞു, പ്ലീസ് വണ്ടി വിട്, ഇത്രയും യാത്രക്കാർ ബുദ്ധിമുട്ടുന്നതല്ലേ. കണ്ടക്ടറും ഡ്രൈവറും അങ്ങനെ പറഞ്ഞ കണ്ടക്ടർ പിന്നെയും അദ്ദേഹത്തെയും സ്വാതന്ത്ര്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി വിട്ടുപോയി. ഇയാൾക്ക് താല്പര്യം, പിന്നെ എനിക്കെന്താന്ന് പറഞ്ഞ വണ്ടി വിട്ടുപോയി. വണ്ടി ചങ്ങനാശ്ശേരി സ്റ്റാൻഡ്, അടുത്ത സ്റ്റാൻഡ് ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തിന് ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ ഒരു ചേട്ടൻ വന്ന് കയറി. അയക്ക് കൊടുക്കാനൊരു സീറ്റില്ല. അപ്പൊ വണ്ടി പുറപ്പെടുന്നതറിയാം, എവിടുന്നൊക്കെ റിസർവേഷനുണ്ട്. അതുകൊണ്ടാണ് സീറ്റ് ഇല്ലെന്ന് ഇയാൾ പറഞ്ഞത് ശരിയായി. അപ്പൊ അയാൾ കയറിയപ്പോൾ അയാൾക്ക് കൊടുക്കാൻ സീറ്റില്ല. കണ്ടക്ടർ സീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് താനിരുന്ന സീറ്റിൽ എഴുന്നേറ്റ് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ അയാൾ കയറി, ചങ്ങനാശ്ശേരിന്ന് കയറിയ ആള് ആ കണ്ടക്ടറുടെ സീറ്റിലോട്ട് ഇരുന്നു. ഇനി സീറ്റില്ലാത്തത് കണ്ടക്ടർ കമ്പിയച്ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇവനെ നോക്കുന്നുണ്ട്, ഈ അടിച്ചവനെ. അവനും കുറ്റബോധമായി. അവൻ പതുക്കെ എഴുന്നേറ്റ് കണ്ടക്ടറുടെ അടുത്ത് വന്ന്, സാർ അങ്ങോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. വേണ്ട സാർ പറഞ്ഞു, വേണ്ട സാർ തന്നെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇത്ര ശാന്തമായിട്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത് ഈ കണ്ടക്ടർ ആരാണെന്നറിയാൻ അച്ഛനൊരു താല്പര്യം. അച്ഛൻ പതുക്കെ അച്ഛന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ പതുക്കെ കണ്ടക്ടറുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ ഞാൻ കോട്ടയം മുതൽ ശ്രദ്ധിക്കുന്നതാണ്, സാർ ഇത്ര ശാന്തമായിട്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തു, സാർ ആരാ? പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിച്ചു, ഞാനത്ര നല്ലയാളൊന്നുമല്ല, പിന്നെ അച്ഛനായതുകൊണ്ട് കാര്യം പറയാം. എന്താ കാര്യം? ഉടനെ അദ്ദേഹം പറയാണ്, എന്റെ അച്ഛാ, ഞാനേ എന്നും രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ എടുത്തൊന്ന് വായിക്കുന്ന സ്വഭാവമാണ്. ഇന്ന് ബൈബിൾ എടുത്തപ്പോ എന്റെ ഗതികേടിന് എനിക്ക് കിട്ടിയത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങളാണ്. അതിലെന്നതാണെന്ന് അച്ഛനറിയാവല്ലോ. അച്ഛനറിയാമെങ്കിലും നിങ്ങളിൽ പലർക്കും അറിയാൻ മേലെന്ന് നിങ്ങളുടെ മോന്ത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടെ നമുക്കൊന്ന് വായിക്കാം. ഇന്ന് രാവിലെ കണ്ടക്ടർ കിട്ടിയത് മത്തായി 5:38 മുതൽ വാക്യങ്ങൾ കേട്ടോളൂ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്ത് കർണ തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ഇതാ രാവിലെ കണ്ടക്ടർ സാറിന് കിട്ടിയത്. ഇത് വായിച്ചിട്ട് കണ്ടക്ടർ സാർ ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തു. ദൈവമേ,
ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്ന് പ്രാവർത്തികമാക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. ആമേൻ. അടി കൊണ്ടപ്പോഴേ എന്റെ അച്ഛാ ഞാൻ അങ്ങേരെ പറ്റിയാ ഓർത്തത്. തമ്പുരാൻ അവസരം തന്നതാ, അതിന് നമ്മളെന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ചു. അച്ഛൻ വിചാരിച്ച് എന്റെ ദൈവമേ ഞാനിത് എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളത്, ഞാനിത് എത്ര പ്രാവശ്യം എന്റെ മക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളതാ, എന്നിട്ട് എനിക്കോ എന്റെ മക്കൾക്കോ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ അവിടെ നിന്ന് വിഷമിക്കുന്ന അച്ഛനായാലും തീറ്റ പോയിരുന്ന് ധ്യാനിച്ചു എന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ കണ്ടക്ടർ പറഞ്ഞു തരുന്ന ഒരു സത്യം എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പിറകിൽ ദൈവത്തെ കാണണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമാണ് ഇടപെടുന്നത്. നിങ്ങൾ വിചാരിക്കുക എങ്ങനെ അയലോക്കത്തെ ആൾ എനിക്കിട്ട് വേറെ വെച്ച ദൈവമാണോ? അതെ, എന്റെ വിശുദ്ധീകരണത്തിനായിട്ട്, എന്റെ നന്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടി ചില സഹനങ്ങളൊക്കെ ചില വ്യക്തികളിലൂടെ എനിക്ക് തരും ദൈവം. അത് ബൈബിളിലുള്ള ആശയം തന്നെയാണ്. നിങ്ങൾ ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബൈബിളിൽ അത് പറയുന്നുണ്ട്. ഉൽപ്പത്തി 45:4 മുതൽ 8 വരെ വാക്യങ്ങൾ. ഉൽപ്പത്തി 45:4 മുതൽ 8 വരെ വാക്യങ്ങള് പൂർവ്വ യോസേപ്പിനെ അവര് വിറ്റു, ഒത്തിരി ദ്രോഹം ചെയ്ത് അവസാനം വിറ്റു. ആ പൂർവ്വ യോസേപ്പിന്റെ അടുത്തേക്ക് സഹോദരങ്ങള് തെണ്ടിത്തിരിഞ്ഞു വരുമ്പോൾ പൂർവ്വ യോസേപ്പ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. വരൂ, നിങ്ങൾ എന്നെ വിറ്റതോർത്ത് ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ വരാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ടതാണ് എന്നാണ് പറയുക. 2 സാമുവേൽ 16:5 മുതൽ 11 വരെ. 2 സാമുവേൽ 16:5 മുതൽ 11 വരെ. ഷിമെയ് ദാവീദ് രാജാവിനെ തെറി പറഞ്ഞു. പട്ടാളം പറഞ്ഞു അവനെ അങ്ങ് കൈകാര്യം ചെയ്തേക്കട്ടെന്ന് ചോദിച്ചു. വേണ്ട, അതെന്നാ, അവനെ കൊന്നാലും ദൈവമാണ് അവനെ തെറി പറയാൻ നിയോഗിച്ചതെങ്കിൽ വേറൊരുത്തനെ ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് അവനെ കൊന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും വിഷമം നമുക്കുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഇന്ന് ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് പൂർണ്ണമായും ക്ഷമിക്കണം. യോഹന്നാൻ 13:27 മനസ്സിൽ പിണക്കം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിച്ചാൽ അകത്തേക്ക് പോകുന്നത് പിശാചാണ് എന്ന് മനസ്സിലാക്കണം. ചില ഇടവകളിൽ, നമ്മുടെ കരിമുന്നത്തൊന്നും കുഴപ്പമില്ല, ചില ഇടവകളിലൊക്കെ കുടുംബങ്ങൾ തമ്മിൽ ഭിന്നതയാണ്. കുടുംബക്കാർ തമ്മിൽ ഭിന്നതയാ. ഇവിടുത്തെ ഒറ്റ വീട്ടുപേരെനിക്കറിയാമല്ല കേട്ടോ. അവിടെ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കരുത്. ഞാൻ 2 വീട്ടുപേര് പറയാൻ പോവുക. മേലോട്ട് തറവാട്ടുകാരും കീഴോട്ട് തറവാട്ടുകാരും ഇവിടെ ഉണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടെന്റെ ദൈവമേ. മേലോട്ട് തറവാട്ടുകാരൻ കൈക്കാരനായ കീഴോട്ടുകാരൻ പാര, കീഴോട്ടുകാരനായ മേലോട്ടുകാരൻ, ഇവര് തമ്മിൽ ഭിന്നതയാ, കുടുംബക്കാർ തമ്മിൽ ഭിന്നത. ഇങ്ങനെ ഭിന്നത ഉണ്ടെങ്കിൽ ഇടവക നശിച്ചു പോകും. നമ്മുടെ കരുകുന്ന ഇടവക ഉത്തരോത്തരം പുരോഗമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരു കുടുംബമായി ഐക്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വേണം ജീവിക്കാൻ. അവിടെ ഭിന്നതകൾ പാടില്ല. അവിടെ എന്തെങ്കിലും ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ക്ഷമിച്ച് മുൻപോട്ട് പോകണം. പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കണം. റോമാ 12:19 മുതൽ 21 വരെ. റോമാ 12:19 മുതൽ 21 വരെ. പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ കുറവുകളും പൂർണ്ണമായും ക്ഷമിക്കുവാനുള്ള തീരുമാനം ഹൃദയത്തിലെടുക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് എല്ലാ ഭിന്നതയുടെ അരൂപിയെ, പിണക്കത്തിന്റെ അരൂപിയെ, വിദ്വേഷത്തിന്റെ അരൂപിയെ, സ്നേഹരാഹിത്യത്തിന്റെ അരൂപിയെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗായക സംഘം ഒരു ഈരടി പാടും. ക്ഷമാശീലനാം എന്നേശുവേ, എന്റെ ഹൃദയം അങ്ങയുടേതുപോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, കുടുംബത്തിനാണെങ്കിലും അയൽവക്കത്താണെങ്കിലും ജീവിത പങ്കാളികൾ തമ്മിലാണെങ്കിലും സഭയോടാണെങ്കിൽ, അച്ഛന്മാരോടാണെങ്കിൽ, സിസ്റ്റേഴ്സിനോടാണെങ്കിൽ, സഹപ്രവർത്തകരോടാണെങ്കിൽ, മറ്റു മതങ്ങളിലുള്ളവരോട് ആരോടെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കുവാനുള്ള ഹൃദയവിശാലതയോടെ നമുക്ക് ഈശോയുടെ മുമ്പാകെ പ്രാർത്ഥിക്കാം. ശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ, ക്ഷമാശീലനാമൻ
മനസ്സിലേക്ക് കടന്നു വരിക. നമുക്കാരോടെങ്കിലും ഭിന്നതയോ വെറുപ്പോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ഈ നിമിഷം അവരോടെല്ലാം പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. ആർക്കെങ്കിലും എന്നോട് വിഷമമുണ്ടെങ്കിൽ അവരോട് സോറി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാനുള്ള ഹൃദയവിശാലം ഉണ്ടാവട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. By the power of the peace of Giovanni, by the power of Jesus, by the power of the church of Giovanni, I command all the evil spirits of death to get out from here. I abide at your feet of Jesus. എല്ലാ ഭിന്നതയുടെ വെറുപ്പിന്റെ അരൂപിയെ ഞാൻ നിഷ്കാസനം ചെയ്യുന്നു. എല്ലാ ഭിന്നതകളും മാറട്ടെ. പൂർണ്ണമായി ക്ഷമിക്കുവാണ് തുറവെടുക്കണമേ. ഒരു നിമിഷം കൂടെ നമുക്കിരിക്കാം. എല്ലാവരും ഒന്നിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത തിന്മ ജീവനെതിരായ തിന്മകളാ. ജീവനെതിരായ തിന്മകൾ എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭ്രൂണഹത്യ. പണ്ട് ഭ്രൂണഹത്യ ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി വയറ് കീറി കൊച്ചിനെ പുറത്തെടുക്കണം. ഇപ്പൊ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ വളരെ എളുപ്പമാണ്. ശാസ്ത്രം വളരെ പുരോഗമിച്ചു പോയി. ഇപ്പൊ ഭ്രൂണഹത്യ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. 4 ഗുളികകളാണ് ഇവിടെ അവൈലബിള്. ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ആര് ചോദിച്ചാലും കിട്ടും. ഗുളികയുടെ പേര് 1 ഐപിൽ, 2 പ്രിവെന്റോൾ, 3 അൺവാണ്ടഡ് 72, 4 നോർലേവോ. ഇത് ഗർഭനിരോധന ഗുളികകൾ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ അത് ഗർഭനിരോധന ഗുളികകളല്ല. പിന്നെയോ ഗർഭനശീകരണ ഗുളികകളാണ്. ഞാൻ പറയുന്നത് ശാസ്ത്രീയമാണ്, നിങ്ങൾ പേടിക്കേണ്ട. ഏതേലും ഡോക്ടറിനെ നന്നായിട്ടറിയാവുന്ന ഡോക്ടർമാരെ സംസാരിച്ചോളൂ, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ ഗുളികകൾ 72 മണിക്കൂറിനുള്ളിൽ കഴിച്ചാൽ സംഭവിക്കുന്നത് അകത്തിരിക്കുന്ന കൊച്ച് മരിച്ചു പോവുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലുണ്ടാകുന്നത് അറ്റ് ദ മോമെന്റ് ഓഫ് കൺസെപ്ഷൻ, ഗർഭധാരണ ആദ്യത്തെ നിമിഷം തന്നെ കുഞ്ഞമ്മയുടെ വയറ്റിലുണ്ടാകുന്നു. WHO നിർദ്ദേശമാണ്. ഏത് നിമിഷത്തിലും അതിനെ കൊല്ലുന്നത് പാപമാണ്. ഈ ഗുളിക കഴിച്ച് കൊല്ലുന്നത് 3 ദിവസത്തിനകം കുഞ്ഞിനെ കൊന്നുകളയുന്നതാണ്. അത് ചിലർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് അത് 1-ാം തരം അബോർഷനാണ്. 2ാമത്തെ രീതി കോപ്പർ ടീ സ്ത്രീയുടെ ഗർഭപാത്രത്തിലിടുമ്പോൾ ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന കുഞ്ഞിനെ അത് കൊന്നുകളയുകയാണ്. അത് മന്ത്ലി അബോർഷനാണ്. ഓരോ മാസവും ഓരോ അബോർഷനാണ് കോപ്പർ ടീ ഇട്ടിരിക്കുന്നവർ ചെയ്യുന്നത്. നിസ്സാരമായ കാര്യമല്ല, വളരെ ഗൗരവമായ തിന്മയാണ്. കൊലപാതകമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ജോൺ പോൾ 2 മാർപ്പാപ്പായുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണസംസ്കാരം. അതിന്ന് പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്നുണ്ട്. 3ാമത്തത് ക്ലിനിക്കൽ അബോർഷനാണ്. 3ഉം ഗൗരവമായ തിന്മയാണ് എന്ന് മനസ്സിലാകണം. ഇത് തിന്മയാണെന്ന് ബൈബിളിൽ എവിടെയാ പറയുന്നത്? 2 മക്കബായ 7, 22, 23. 2 മക്കബായ 7, 22, 23 ഒരമ്മ തന്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. നിങ്ങളുടെ ജീവൻ നൽകിയത് ഞാനല്ല, പിന്നെ ആരാണ്? മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭമൊരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവായ ദൈവമാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത് എന്നെടുത്തു പറയുകയാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ജീവന്റെ ഉടമ ദൈവമാണ്, അതെടുക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല എന്ന് ബൈബിള് പറയുകയാണ്. വികാരിയച്ഛൻ നമ്മളെ നോക്കിക്കൊണ്ട് ഇരിപ്പില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇന്ന് കത്തോലിക്കാ സഭയിൽ മഹറോൻ ശിക്ഷ ഉണ്ടോ ഇല്ലയോ? മഹറോൻ ശിക്ഷ എന്ന് പറഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേഷൻ, സഭയ്ക്ക് പുറത്താക്കുന്ന ശിക്ഷ. ഇന്ന് കത്തോലിക്കാ സഭയിൽ മഹറോൻ ശിക്ഷ ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന അഭിപ്രായമുള്ളവർ മാത്രം കൈപോക്കുക, അല്ലാത്തവർ കൈ താത്തിട്.
താങ്ക് യു. 2 അച്ചായന്മാര് പൊക്കിയിട്ടുണ്ട്, ബാക്കി ആരും പൊക്കിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു വികാരിച്ചൻ നമ്മളെ കാണാത്തത് ദൈവാനുഗ്രഹം. വികാരിച്ചൻ കണ്ടിരുന്നെങ്കിൽ അച്ഛന് ഭയങ്കര സങ്കടമായേനെ. 2 ചേട്ടന്മാർക്ക് മാത്രമേ എന്റെ ഇടവകയിൽ സഭയുടെ പഠനം അറിയാവുള്ളൂ എന്ന് അച്ഛന് വിഷമം തോന്നിയേനെ. ആ 2 പേര് പൊക്കിയവരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അതായത് ഇന്ന് കത്തോലിക്കാ സഭയിൽ മഹ്റോൻ ശിക്ഷ ഉണ്ടെന്നുള്ള തെളിവ് ഞാൻ പറയുന്നു. നിങ്ങളുടെ പുസ്തകം കൊണ്ട് എടുത്ത് വായിക്കാം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2272 ഇങ്ങനെ പറയുന്നു. വീട്ടിൽ പുസ്തകം ഉണ്ടെങ്കിൽ വൈകിട്ട് ചെല്ലുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. 2272 ഗർഭഛിദ്രത്തിന് സഹായിക്കുന്ന ഗൗരവപൂർണ്ണമായ കുറ്റമാണ്. മനുഷ്യജീവനെതിരെയുള്ള ഈ അപരാധത്തിന് സഭ മഹ്റോൻ ശിക്ഷയും കൽപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ കാരുണ്യത്തിന്റെ പരിധി ചുരുക്കാനല്ല സഭ ഉദ്ദേശിക്കുന്നത്, പിന്നെയോ തിന്മയുടെ ഗൗരവം വ്യക്തമാക്കാനാണ്. അപ്പൊ മഹ്റോൻ ശിക്ഷ ഉണ്ട്. ഇന്ന് ഗർഭഛിദ്രം നടത്തുന്നയാളെ മഹ്റോൻ ചെല്ലുന്നില്ല. അതിന് കാരണം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. സഭയിലേക്ക് തിരിച്ചു വരാനുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ചെല്ലാൻ തക്കവണ്ണം അത്രയ്ക്ക് ഗൗരവമായ തെറ്റാണത്. ഈയിടെ തൃശൂർ അതിരൂപതയിൽ 40 പേരെ ഒന്നിച്ച് മഹ്റോൻ ചെല്ലി. ഗർഭഛിദ്രം ചെയ്തവരെ അല്ല, പിന്നെയോ വേറൊരു സെക്റ്റിന്റെ കൂടെ പോയ പാർട്ടികളെയാണ്. അപ്പൊ ഇന്നും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഈ തിന്മയ്ക്ക് അത്ര ഗൗരവമാണ്. ഇത് പിടിക്കപ്പെട്ട പാപമാണ്. സാധാരണ കുമ്പസാരങ്ങളിൽ ഇത് മോചിക്കപ്പെടുന്നില്ല. ഗർഭഛിദ്രം അത് ബിഷപ്പിന് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ ധ്യാനത്തിന്റെ സമയം അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ബിഷപ്പ് നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മോചിക്കാനൊക്കെ സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത്രയ്ക്ക് ഗൗരവമാണ്. ഇനി 2ാമത്തെ തിന്മ വന്ധീകരണ ശസ്ത്രക്രിയയാണ്, ഓപ്പറേഷൻ. ഇന്ന് വളരെ കോമൺ ആണ്. 2 പിള്ളേർ കഴിഞ്ഞാൽ ഉടനെ ക്ലോസ് ചെയ്യുകയാണ്. അത് വളരെ തെറ്റാണ്. പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും തെറ്റാണെന്ന് ബൈബിൾ പറയുന്നു. നിയമാവർത്തനം 23:1. നിയമാവർത്തനം 23:1 നമുക്ക് കേൾക്കാം. വൃഷണം ഉടയ്ക്കപ്പെട്ടവനോ അത് വാസക്ടമിയാണ്, പുരുഷൻ ചെയ്യുന്നതാണ്. ലിംഗം ഛേദിക്കപ്പെട്ടവനോ അത് ട്യൂബെക്ടമിയാണ്, സ്ത്രീ ചെയ്യുന്നതാണ്. കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. ഇവർക്ക് 2 പേർക്കും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. സഭാപിതാവായ തെർത്തുല്യം പറയുന്നു, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ജനിക്കാൻ ഇടം കൊടുക്കാത്തപ്പോൾ ആ കുഞ്ഞിനെ കൊന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായ തെറ്റല്ല. ഓപ്പറേഷൻ എന്ന് പറയുക, അല്ല നിർത്തുക എന്ന് പറയുന്നത് അത് ഗൗരവമാണ്. കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ചില വ്യക്തികൾ ഇതൊന്നും അറിയാൻ മേലാതെ കുമ്പസാരത്തിൽ പറയാതെ കള്ളക്കുമ്പസാരം നടത്തി തുടരുകയാണ്. ശാപത്തിലേക്ക് വീഴും. കാരണം തമ്പുരാൻ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരികയില്ല എന്നുള്ള പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അതുപോലെ ഗുളിക, ലൂപ്പ്, നിരോധ, വിഡ്രോവൽ, എല്ലാ കൃത്രിമ മാർഗങ്ങളും തെറ്റു തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം എന്ന് വളരെ സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജീവനെ നമ്മൾ ആദരിക്കണം. ഒരിക്കലും അതിനെതിരായ തിന്മകൾ പാടില്ല എന്നുള്ള പ്രത്യേകം പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ജീവനെതിരായിട്ടുള്ള മനോഭാവങ്ങളുണ്ടെങ്കിൽ ഇന്ന് തമ്പുരാനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ആരും വിഷമിക്കാനല്ല, അത് വളരെ ഗൗരവമാണെന്ന് മനസ്സിലാക്കാനും അനുദപിക്കുവാനും ഈ രാത്രി അനുതാപത്തോടെ ഒരുങ്ങുവാനും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ വചനപ്രഘോഷണം തുടരുകയാണ്. അവിടെ വചനം എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബോധവൽക്കരണം കൂടെ അതിന്റെ കൂടെ നടക്കുകയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം അത് കണ്ട് നമുക്ക് അത് സ്വീകരിക്കുക. അതിനുശേഷം അച്ഛൻ വന്ന് സമാപനാശീർവാദം നൽകിയാണ് നിർത്തുന്നത്. അതുവരെ നമ്മളെല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഒരുക്കത്തിന് 2 മിനിറ്റ്.
മനുഷ്യജീവനോട് വേണ്ടത്ര ആദരവും കരുതലുമില്ലാത്ത ഒരു സംസ്കാരമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുക. ജീവന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മരണസംസ്കാരം എന്ന് പലരും വിശേഷിപ്പിക്കുന്നു. ഇതിന്റെ ക്രൂരമുഖങ്ങൾ സമൂഹത്തിൽ പലതരത്തിലും പ്രകടമായിട്ട് നമുക്ക് കാണാനാകും. വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും മനുഷ്യവ്യക്തികളോട് കാണിക്കുന്ന ക്രൂരതയുമൊക്കെ ഇതിന്റെ സൂചനകളാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന കുരുന്നു ജീവിതങ്ങളെ അവിടെ വച്ച് തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിപ്പുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 1 കോടി പെൺകുഞ്ഞുങ്ങളെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിഷ്കരണം കൊന്നുകളഞ്ഞുവെന്ന് പത്രവാർത്തയുണ്ടായിരുന്നു. ഇത് വലിയ ഒരു അപകട സൂചന നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വഴിവിളക്കാകും മാലാഖമാർ എന്ന ടെലിഫിലിം സ്വാഭാവികമായും ജീവന്റെ മൂല്യത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഈ ഫിലിം നമ്മുടെ സമൂഹത്തിൽ ക്രിയാത്മകമായ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ സൂസി, ഇവൾ നീനു. ഞങ്ങൾ ഇന്നലെ ഫോൺ ചെയ്തിരുന്നു. വരൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഡോക്ടറെ കുറിച്ച് ഞങ്ങളും കേട്ടിട്ടുണ്ട്. കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായ മതി കേട്ടോ. വികൃതികളാ. ഡോക്ടർ ബാച്ചിലർ അല്ലേ? കുട്ടികൾ? അവരെ ഞാൻ ദത്തെടുത്തതാ. ഓരോ വർഷവും തെരുവിൽ അലയുന്ന ഒരു കുട്ടിയെങ്കിലും ദത്തെടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കൊള്ളാം. ദൈവം മോനെ അനുഗ്രഹിക്കും. ഞങ്ങള് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറയും. വർദ്ധിച്ചു വരുന്ന ഭ്രൂണഹത്യാ പ്രവണതയ്ക്കെതിരെ ഞങ്ങളൊരു ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ജീവന്റെ മൂല്യവും ഭ്രൂണഹത്യ എന്ന പാപവും വിഷയമാക്കി ഒരു പ്രബന്ധം അങ്ങേക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നറിയാനാ ഞങ്ങൾ വന്നത്. ഇത്തരം ധാരാളം പ്രബന്ധങ്ങൾ ഡോക്ടർ പലയിടത്തും അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ വരാം. വലിയൊരു സദസ്സിനെ പ്രതീക്ഷിക്കരുത്. സ്ഥലവും തീയതിയും ഞങ്ങൾ അറിയിക്കാം. ഓക്കെ. ചായ റെഡി. മെഡിക്കലാണല്ലോ. എന്താ പേര്? അഖിൽ. അക്ഷയ്.
അല്ല, ഇത് ചായയോ കാപ്പിയോ? കാപ്പി. ഫ്ലാസ്ക് മാറിപ്പോയെന്നാ തോന്നുന്നേ. പാലിന് പകരം ചായയിൽ കാപ്പിയാ ഒഴിച്ചത്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. പറയില്ലേ, അങ്ങനെ പറയില്ലേ. എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ പറയരുത്. സാർ, ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. എന്താ സാർ? നമ്മുടെ ജെൽസ പ്രഗ്നന്റാ. ഓ, താങ്ക് ഗോഡ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പ ഒരു കുഞ്ഞിനു വേണ്ടി. ഞാനൊരു അപ്പൂപ്പനാവുകയല്ലേ. നമുക്ക് ബാംഗ്ലൂർ വരെ പോകണം. പോകാം സാർ. സണ്ണിൽ എന്തു പറയുന്നു? അവൻ എനിക്കൊരു തലവേദനയാ. എന്റെ പണം വേണം അവന്. എന്റെ മോളെ അല്ല വേണ്ടത്. ഒരു ഫ്രോഡാവൻ. എന്ത് ചെയ്യാം സാർ? നന്നാവില്ലെന്ന് വാശി പിടിക്കുന്നവരോട് നന്നാക്കും ഞാൻ. അജയ്, അല്ല, മുൻപ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ സ്ത്രീകൾ അത് സാറിന്റെ ജന്മശത്രുക്കളാ. ശത്രുക്കളോ? അതങ്ങനെ നിനക്കറിയാം? അതിവിടെ ആർക്കാണ് അറിയാത്തത്? എന്തറിയാം? സാർ ഭ്രൂണഹത്യക്ക് വേണ്ടി നിലകൊള്ളുമ്പോ അവർ ഭ്രൂണഹത്യക്കെതിരെ നിലകൊള്ളുന്നു. ഇതിവിടെ അങ്ങാടിപ്പാട്ടാണ് സാർ. സാർ, അവനാണ് എന്നെ ഞാനാക്കിയത്. ആ നന്ദിയും കടപ്പാടും എനിക്കൊന്നും ഉണ്ടാവും. അജയ്, നാം അത് പലവട്ടം ചർച്ച ചെയ്തതും തർക്കിച്ചതുമാണ്. എങ്കിൽ ഈ സന്തോഷത്തോടൊപ്പം ഞാൻ ഒരു വട്ടം കൂടി ഇത് ആവർത്തിക്കുന്നു. സാർ, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും സാറിന് ഭ്രൂണഹത്യ ചെയ്യരുത്. DNC. അജയ്, അതെന്റെ പ്രൊഫഷനാണ്. നൺ ഓഫ് യുവർ ബിസിനസ്. സാർ, വേണ്ട. നീയൊന്നും പ്രാക്ടിക്കലല്ല. വൈദ്യശാസ്ത്രം പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിന്റെ പളവളപ്പ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആഘോഷിക്കണം. അതിന് പണം വേണം, ധാരാളം പണം വേണം. പണം സമ്പാദിക്കാൻ വേറെ എത്രയോ വഴികളുണ്ട് സാർ. വഴികൾ പലതുണ്ട്. പക്ഷേ ഞാൻ തെരഞ്ഞെടുത്തത് എളുപ്പ വഴിയാ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ തലയോടുകൾ അടിച്ചു തകർക്കുകയും വെട്ടിനുറുക്കി മാംസപിണ്ഡങ്ങളായി വലിച്ചെറിയുകയും ചെയ്യുമ്പോ പ്രാണന് വേണ്ടി ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെയുള്ള നിങ്ങളുടെ ഈ ക്രൂരതയാണോ സാർ അങ്ങ് ഉദ്ദേശിക്കുന്ന എളുപ്പവഴി? പവിത്രമായ ഗർഭപാത്രത്തെ കൊലക്കളമാക്കുന്നതാണോ സാർ നമ്മുടെ പ്രൊഫഷൻ?
ഇതൊക്കെ നീ സെമിനാറുകളിൽ അവതരിപ്പിക്കാറുള്ള പ്രബന്ധത്തിന്റെ ഭാഗങ്ങളാണ്. ഞാൻ കുറെ കേട്ടതാ. അതെ സർ, ജീവന് വേണ്ടി നിലകൊള്ളുന്നതാവണം ശാസ്ത്രവും മനുഷ്യനും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ജീവന് വേണ്ടി, മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നവനാ ഞാനും. മരണവക്രത്തിൽപ്പെട്ട പല അമ്മമാരെയും ഞാൻ DNCയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. സാർ പറഞ്ഞു വരുന്നത് ഒരു ഉട്ടോപ്യൻ ന്യായമാണ്. അല്ല അജയ്, മനുഷ്യന് വേണ്ടി ഈ ഡോക്ടർ ചെറിയാൻ ഒരു കാരുണ്യ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പോകുന്നു. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? തെരുവിലലയുന്ന അനാഥ പൈതങ്ങൾക്ക് ഒരു അനാഥശാല, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് പ്രശസ്തരായ സിനിമാ താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി സ്പോൺസർഷിപ്പ്, സർക്കാർ ഗ്രാന്റും കോടികൾ ഒഴുകുന്ന വിദേശ സഹായവും തട്ടിക്കൂട്ടി ഞാനൊരു കളി കളിക്കും മോനെ. കോടികളുടെ കളി. കാരുണ്യ പ്രസ്ഥാനങ്ങളിൽ കൈവച്ചാലേ ഇന്ന് 4 കാശുണ്ടാക്കാൻ പറ്റൂ. കഷ്ടമുണ്ട് സാർ. വിവിധ മതസംഘടനകളും ധാരാളം സന്നദ്ധ സംഘടനകളും വളരെ പുണ്യമായി കരുതുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തെ അങ്ങയുടെ പണക്കൊതി മൂലം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ദൈവകോപത്തിനിടയാക്കും. അങ്ങയുടെ സന്തതി പരമ്പരകൾക്ക് പോലും ശാപമേൽക്കേണ്ടി വരും. ഒന്ന് പോടോ. അങ്ങനെയെങ്കിൽ ഇത്തിരി മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ സ്ത്രീകളില്ലേ, അവരും നടത്തുന്നുണ്ടല്ലോ ഒരു അനാഥശാല. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു അനാഥശാല. ശാപം അവരുടെ മേലും മക്കളുടെ മേലും പതിക്കില്ലേ? ഇല്ല, അവർക്ക് പണക്കൊതിയില്ല. കാരുണ്യ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ശാപം പതിക്കാൻ അവർക്ക് മക്കളില്ലല്ലോ അല്ലേ? ഒരുത്തി വിധവ, മറ്റൊരുത്തി തിരുവല്ലക്കാരി നീനു സക്കറിയ. ഭ്രൂണഹത്യക്കെതിരെ പടവാളുയർത്തുന്ന നീനു സക്കറിയ 26 വർഷങ്ങൾക്ക് മുമ്പ് ഭ്രൂണഹത്യ ചെയ്തൊരു മഹതിയാണെന്ന് അറിയുമ്പോ സാർ ഞെട്ടരുത്. മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും വാനോളം ഉയർത്തുന്ന നീനു സക്കറിയുടെ ചരിത്രം തൽക്കാലം നമ്മൾ അറിഞ്ഞാൽ മതി. മഹതി എങ്ങനെ വിലസട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങുക. നെക്സ്റ്റ് വീക്ക് നമുക്ക് ജൽസിയെ കൂട്ടുകൊണ്ടുവരാൻ പോണം. ഞാനൊരു അപ്പാപ്പനാകാൻ പോവല്ലേ. ഓക്കെ ഓക്കെ സാർ. ഡോക്ടർ, ഞാൻ സൂസിയ. പറയൂ. സെമിനാറിന്റെ ഡേറ്റ് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ശരി. 14-ാം തീയതി 10 മണിക്ക് നമ്മുടെ ഓർഫനേജ് ഹാളിൽ വെച്ച്. കാർ അയക്കണോ? വേണ്ട വേണ്ട, ഞാൻ എത്തിക്കോളാം. സർ, ഡോക്ടർ ചെറിയാൻ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ, നിങ്ങൾ അദ്ദേഹത്തെ അറിയോ? അറിയും. അദ്ദേഹം പ്രശസ്തനല്ലേ? ഓ, ഞാനിപ്പോ ഹോസ്പിറ്റൽ റൗണ്ട്സിലാ. ഐ എം സോറി. അപ്പ പറഞ്ഞതുപോലെ. ശരി, ഓക്കെ. ഡോക്ടർ ചെറിയാൻ നമ്മെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എന്തായാലും നമുക്കെന്താ, വാ. ഉന്നതനേശുവിനീ ഭൂവിൽ വന്നു പിറ
സൂസേച്ചി, കരയില്ലേ നീനു? എനിക്ക് പേടിയാവുന്നു ചേച്ചി. നീനു, നീ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ കുഞ്ഞിന്റെ മുഖം തേടുകയായിരുന്നു. ഇതുവരെ എന്റെ കുഞ്ഞിനെ മാറോട് ചേർക്കാനാവാതെ, താരാട്ട് പാടാനാവാതെ, ഒരു മുത്തം കൊടുക്കാനാവാതെ ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. ഇതിങ്ങനെ എന്നോർത്ത് കരണമെന്നുണ്ടോ? അയാളെ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യോ? അത് ഡോക്ടർ ചെറിയാനെയും ബാധിക്കില്ലേ? അയാളുടെ കുടുംബം, കുട്ടികൾ. ഡോക്ടർ അജയ് ഇതറിഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടാവില്ല. വാ. ഹലോ അജയ്, എന്താ സർ പ്രശ്നം? ഞാൻ തകരുകയാണ്. നിന്റെ വാക്കുകൾ എനിക്ക് അറം പറ്റുകയാണോ എന്ന് സംശയം. സർ, ശാപങ്ങളുടെ കുത്തൊഴുക്ക് എന്റെ മേൽ ആരംഭിച്ചു എന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ച എന്റെ തകർച്ച കേൾക്കണോ? എന്റെ ക്ലിനിക്കിനെ കുറിച്ച് ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കുന്നു. അവിടെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ടത്രേ. ക്ലിനിക്ക് അടച്ചുപൂട്ടേണ്ടി വരുമെന്നാ ലീഗൽ അഡ്വൈസർ പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ജൽസയുടെ കോൾ. അവൾ ഡൈവോഴ്സ് ചെയ്യുകയാണെന്ന്. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു. ഞാൻ ഏറെ താലോലിച്ച് ഒത്തിരി സ്വപ്നം കണ്ടതാ അവളുടെ ഒരു കുഞ്ഞിനെ. അപ്പാപ്പ എന്ന വിളി കേൾക്കാൻ കാതോർത്തിരിക്കുകയായിരുന്നു ഞാൻ. അവൾ പറയുന്നു അത് MDP ചെയ്യണമെന്ന്. ഓ ഗോഡ്, ഇതിൽ പരം എന്ത് തകർച്ചകളും ശാപങ്ങളുമാണ് ഒരു മനുഷ്യന് വേണ്ടത് അജയ്. സർ, ഗർഭചിത്രം നടത്തുന്നവന്റെ മകൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന് ശപിച്ചവരെ ഞാൻ പണം കൊടുത്തു നാവടക്കിയിട്ടുണ്ട്. ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോഴും മകൾ ഇഷ്ടപ്പെട്ടവനോടൊപ്പം ഇറങ്ങി തിരിച്ചപ്പോഴും ഞാൻ പതറിയില്ല. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വീണുപോയിടും. സർ സമാധാനിക്ക്. ജൽസ വരുമ്പോ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നോ നോ അജയ്, ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, ഒരേ ഒരു മരുമകൻ. ഡാഡി ഉണ്ടാക്കുന്നതെല്ലാം ഞങ്ങൾക്കല്ലേ? സത്യത്തിൽ ഡാഡി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ടായി ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. യെസ്, ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. നാളെയാണ് സെമിനാർ. ആ ഓർമ്മയുണ്ട്. തിരക്കിലായിരുന്നോ? അല്ല, നാളത്തെ ക്ലാസ്സിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാ. കൊള്ളാം. പിന്നെ ഡോക്ടർ ചെറിയാന്റെ സ്ഥാപനത്തെക്കുറിച്ച് പത്രത്തിൽ സാറാകെ പ്രോബ്ലത്തിലാ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഓക്കെ. ശരി.
നിങ്ങളും ഞാനും പേറുന്ന മരണ സംസ്കാരത്തിന്റെ വിവിധ മുഖങ്ങളാണ് നാം കണ്ടുകഴിഞ്ഞത്. നമുക്ക് ചുറ്റും മമ്മി, ഡാഡി, എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന ഗർഭസ്ഥ ശിശുക്കളുടെ നിലവിളി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രതിദിനം കേരളത്തിൽ 1000, ഇന്ത്യയിൽ 35,000, ലോകത്തിൽ 1.5 ലക്ഷം ഗർഭസ്ഥ ശിശുക്കൾ കശാപ്പ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിൽ നടക്കുന്ന ഗർഭചിത്രത്തിൽ 90% നിയമവിരുദ്ധവും യഥാവിധി രേഖപ്പെടുത്താത്തതും ആണെന്നിരിക്കെ യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടുന്ന ശിശുക്കൾ ഇതിലും എത്രയോ അധികമായിരിക്കും. മനുഷ്യ സേവനത്തിനായി ഇറങ്ങുന്ന ഡോക്ടർമാർ തന്നെ സമ്പത്തിൽ മയങ്ങി ഈ നരഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നു. ഒരുപക്ഷെ ജീവന്റെ മൂല്യത്തെക്കുറിച്ചും ഭ്രൂണഹത്യക്കെതിരായും നിങ്ങളോട് സംസാരിക്കാൻ മറ്റാരേക്കാൾ യോഗ്യൻ ഞാൻ തന്നെയായിരിക്കും. ഈ വിഷയത്തിന് ഞാനുമായി ഒട്ടേറെ ബന്ധമുണ്ട്. ഞാനൊരു അനാഥനാണ്. ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ ഞാനൊരു ജാരസന്തതിയാണ്. നിങ്ങൾക്കൊരു പക്ഷേ പെട്ടെന്നത് വിശ്വസിക്കാനാവില്ല. സത്യമാണത്. നിങ്ങളുടെ ചിന്തയെ ഞാൻ എന്റെ അമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നെ ഗർഭവതിയായിരുന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് എന്നെ ഭ്രൂണഹത്യയ്ക്ക് വിധേയമാക്കാമായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആരുമറിയാതെ എന്നെ തുണ്ടം തുണ്ടമാക്കി കൊന്നുകളയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എന്റെ ആ പാവ അമ്മ അത് ചെയ്തില്ല. 1000 കുഞ്ഞുങ്ങൾ ഭ്രൂണഹത്യയ്ക്ക് വിധേയമാവുമ്പോൾ എന്നെപ്പോലെ വിരലിലെണ്ണാവുന്ന കുഞ്ഞുങ്ങൾ ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. അമ്മിഞ്ഞ കുടിക്കാത്ത ഒരു കുഞ്ഞാണ് ഞാൻ. താരാട്ട് കേൾക്കാത്ത, അമ്മയുടെ ഒരു മുത്തം പോലും കിട്ടാത്ത നിർഭാഗ്യവനാണ് ഞാൻ. നോ പ്രോബ്ലം. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഇത്തവണത്തേത് പോട്ടെ. എന്റെ സീനിയറായിട്ട് പഠിച്ചൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഡീൽസ് ചെയ്യിക്കാം. ഞാൻ പറയുന്നത് കേൾക്ക്. ആരും അറിയില്ല. അദ്ദേഹമാണെങ്കിൽ നമുക്ക് സേഫാ. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ മാത്രം പറയരുത്. എന്നെ നശിപ്പിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുകയാണല്ലേ? ദൈവം നിങ്ങളെ വെറുതെ വിടില്ല, വെറുതെ വിടില്ല. കടന്നു പോടി ഇവിടുന്നു. പോകന്റെ ഉള്ളി പുറത്തു. ഈ ഭൂമുഖത്ത് മറ്റൊരു ജീവ പോലും ചെയ്യാത്ത കൊടും പാപമാണ് ഭ്രൂണഹത്യ. ഇതിനെതിരെ സ്ത്രീശക്തി ഉണരണം. നിങ്ങൾ ഈ ഭൂമിയുടെ പുണ്യമാണ്. നന്ദി, നമസ്കാരം.
ഡോക്ടർ ഒരു ഓർഫനാണെന്ന് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയോ? ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങളാദ്യം വിശ്വസിച്ചേയില്ല. ധ്യാന കേന്ദ്രങ്ങളിൽ അനുഭവസാക്ഷ്യം പറയുന്നവരുടെ ഒരവസ്ഥയായിരുന്നു എന്റേത്. ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോ അത് അലഞ്ഞലിഞ്ഞില്ലാതാവും. ഓർമ്മ വയ്ക്കുമ്പോ ഞാനൊരു അനാഥാലയത്തിലല്ല, തിരുവല്ലയ്ക്കടുത്ത് കോഴഞ്ചേരിയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ പുത്തേർ ബാപ്പുവിന്റെയും റൂസിയുടെയും മകനായി വളർന്നു. എന്നെ പൊന്നുപോലെ നോക്കാൻ മക്കളില്ലാതിരുന്ന ആ വൃദ്ധരായ മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്തും പട്ടിണി കിടന്നും കഷ്ടപ്പെടുന്നതും കണ്ട് വളർന്ന എനിക്ക് തുടർന്ന് പഠിക്കാനാവില്ലെന്ന് മനസ്സിലായപ്പോ ഞാനൊരു ദിവസം വീട് വിട്ടിറങ്ങി. അമ്പത് പൈസ. ഇതിനെത്രയാ? അതിനും 50 പൈസ. മോനെ ഏത് മിഠായ വേണ്ടത്? മിഠായി വേണ്ട. ഇന്നത്തെ ഗസ്റ്റ് ആ കുട്ടിയായാലോ? കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് അജയ്. ഞങ്ങളുടെ കൂടെ വരാമോ? പേടിക്കണ്ട, കുട്ടി ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റാ. ഞങ്ങൾ കുറെ മിഠായി തരാം. എങ്ങോട്ടേക്കാ? പള്ളിയിലേക്ക്. വാ, വരൂന്നേ. ആ കുട്ടികളോടൊപ്പം ഞാനും കൂടി. കാർമൽ ബഡ്സ് എന്ന സംഘടനയിലെ കുട്ടികളായിരുന്നു അവർ. ആഴ്ചയിലൊരിക്കൽ അവർ ഒത്തുകൂടുമ്പോൾ സംഘടനയിൽ അംഗമാകാത്ത ഒരു കുട്ടിയെ അതിഥിയായി കൂട്ടിക്കൊണ്ടുപോകും. അന്നത്തെ അതിഥി ഞാനായിരുന്നു. ഗംഭീരമായി അവരെന്നെ സ്വീകരിച്ചു. കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൊച്ചു കൂട്ടുകാർ ഒന്നിച്ചു ചേരുന്നത് ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. എന്റെ ഗ്രാമവും ഈ നഗരവും തമ്മിലുള്ള വ്യത്യാസം ഞാനന്ന് കണ്ടു. പക്വതയാർന്ന കുട്ടികൾ ഇടവക്കാരോടൊപ്പം ചേർന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുവാൻ അവർക്ക് കിട്ടിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങളും കൊച്ചു കൊച്ചു നാണയത്തുട്ടുകളും ശേഖരിക്കുന്ന ചർച്ചയായിരുന്നു. അന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ആട്ടവും പാട്ടും ചേർന്ന ആഹ്ലാദകരമായ കുറേ നിമിഷങ്ങൾ. ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒത്തിരി പലഹാരങ്ങളും മിഠായികളും. ഞാൻ ശരിക്കും കൊതിച്ചുപോയി ഇവരിൽ ഒരാളാവാൻ. ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചപ്പോൾ ഞാൻ എങ്ങോട്ട് പോകാൻ? എന്റെ മുമ്പിൽ തുറന്നു കിടന്നത് ഒരു ദേവാലയമാണ്. പ്രാർത്ഥിക്കാനായി ഞാൻ അങ്ങോട്ട് കയറി.
എനിക്ക് വീടില്ല, ആരുമില്ല. ആരുമില്ലേ? വാ. ദൈവം സ്നേഹമാകുന്നു. അവിടുന്ന് സകലരെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതിന് യോഗ നമ്മെ സഹായിക്കും. എന്താ ചാണ്ടി സാറേ? ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, രാവിലെ ഈ കുട്ടിയെ നമ്മുടെ കടയുടെ മുൻവശത്ത് കണ്ടതാ. എന്റെ ഫെലിക്സ് അച്ഛ, ഇവൻ ആരുമില്ല എന്നാ പറയണത്. അച്ഛനൊന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് ഈ കുട്ടിയെ നമ്മുടെ ഓർഫനേജിലാക്കിയാലോ? ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി പഠിക്കാൻ കഴിഞ്ഞു. മെഡിസിന് കിട്ടി. ഫെലിക്സ് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ചെറിയാൻ എന്നെ ഏറെ സഹായിച്ചു. അങ്ങനെ ഡോക്ടറായി. അച്ഛന്റെ ആഗ്രഹപ്രകാരം ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഡോക്ടറായിട്ട് കോഴഞ്ചേരിക്ക് പോയില്ലേ? ഡോക്ടർ ആവുന്നതിന് മുമ്പ് പോകാറുണ്ടായിരുന്നു. റോസിയമ്മ മരിച്ചു. അപ്പനെ കുറിച്ച് ഒരറിവുമില്ല. ഞാൻ കോഴഞ്ചേരിയിലേക്കാണ് ആദ്യം വിളിച്ചത്. റോസിയമ്മായി മരിച്ചെന്നും പാപ്പുച്ചായനെ അജി വീട് വിട്ടിറങ്ങിയതിനെ തുടർന്ന് കാണാതായെന്നും എന്റെ ആങ്ങള പറഞ്ഞു. ഇത് തന്നെയാണ് അജിയും പറഞ്ഞത്. ഞാൻ പിന്നെ ഫെലിക്സ് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ അറിഞ്ഞപ്പോ അച്ഛനും അത്ഭുതമായി. നീനു, നീ ഭാഗ്യവതിയാ. അജയ് നിന്റെ മകനാ. എന്റെ മോനോ? സുസേച്ചി, എനിക്ക് വിശ്വസിക്കാനാവണില്ല. വിശ്വസിക്കണം. വീട് വിട്ടിറങ്ങിയ കുഞ്ഞിനെ തേടി റോസിയമ്മയോടൊപ്പം നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചതാ. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയോ മോളെ. എനിക്ക് അവനെ ഒന്ന് കാണണം സുസേച്ചി. അല്ല, ഇത്ര പെട്ടെന്ന്
അവൻ എന്നെ അംഗീകരിക്കാനാവോ? അതെല്ലാം ഫെലിക്സിന് ഏറ്റിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. ഫെലിക്സ് അച്ഛൻ പറഞ്ഞു, ഈ ഭൂമിയിൽ എനിക്ക് ഒരമ്മയുണ്ടെന്ന്. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം മോനെ, എന്റെ മോൻ. നേനുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. സ്വന്തം മകൻ ഡോക്ടർ അജയുടെ രൂപത്തിൽ. എനിക്കും നിനക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവള ഈ സൂസി ആന്റി. നീ എന്റെയും കൂടി മോനാ. എടോ തന്നോട് തനിക്ക് കേൾക്കണോ? ക്ലിനിക്ക് പൂട്ടി. ക്ലിനിക്ക് പൂട്ടി. ഞാൻ തോൽക്കില്ല. പത്രക്കാരുടെ മുന്നിലും ചാനലുകാരുടെ മുന്നിലും ഞാനൊരു കൊലയാളിയായി അല്ലേ? എത്ര പേരുകളാ എനിക്ക്. നരഭൂജി, ഭ്രൂണങ്ങളുടെ ഹിറ്റ്ലർ. അറിയോ, അതെല്ലാം ഞാൻ മറക്കാം. മൈ ഫ്രണ്ട്, ആറ്റുനോറ്റുണ്ടായ എന്റെ പേരക്കുട്ടിയെ കൂടി DNC ചെയ്യണമെന്ന് എന്റെ മോള് വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യും? താൻ പറ, ഞാൻ എന്ത് ചെയ്യും? പറ. എന്നെ പോലെ ശാപിക്കപ്പെട്ടവൻ ആരുണ്ട്? എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാ, ഞാൻ തന്നെ. ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, ഒരേ ഒരു മരുമകനം. ഡാഡി ഉണ്ടാക്കുന്നതെല്ലാം ഞങ്ങൾക്കല്ലേ? സത്യത്തിൽ ഡാഡി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ടായി ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പണം വേണം എനിക്ക്. നിങ്ങളുടെ മകളെ കെട്ടിയത് ആ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല, ഈ പണം കണ്ടിട്ടാ. പാവം കുഞ്ഞുങ്ങളുടെ രക്തക്കറ പുരണ്ട ഈ നോട്ടുകെട്ടുകൾക്ക് ചിലപ്പോൾ എന്ത് സൗന്ദര്യമാണെന്നോ. നിങ്ങളുടെ മകളെക്കാളും സൗന്ദര്യം നിങ്ങളുടെ നോട്ടുകെട്ടുകൾക്കാ.
കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നുകൊണ്ടിരിക്കണം. പണം, മദ്യം, എല്ലാം. അതെന്റെ ഒരു ദൗർബല്യ. അങ്കിളുടെ അമ്മ ഇനി മുതൽ എവിടെയാണോ താമസിക്കുന്നത്? അല്ല, അമ്മയ്ക്ക് അനാഥശാല വിട്ടു പോരാൻ പറ്റുമോ കുട്ടാ? എന്നാ നമുക്ക് അവിടെ പോയി താമസിക്കാം. പോടാ. മോൻ അമ്മയെ കാത്തു നിൽക്കായിരുന്നോ? ഇനി ഇതാണ് അമ്മയുടെ വീട്. വരും. തൃപ്തിയായി. എല്ലാം ഒരു സ്വപ്നം പോലെ. പുണ്യമാണിത്. എനിക്കും. അജയ് സർ, ഞാൻ എവിടെയൊക്കെ തിരക്കി, വീട്ടിൽ വന്നു. സെൽഫോണിൽ. ഞാൻ കേട്ടത് സത്യമാണോ? അതെ. ആര് പറഞ്ഞത് സത്യമാണെന്ന്? ഫെലിക്സ് അച്ഛൻ. അങ്ങേർക്ക് വട്ട. ഇതിന്റെ സിനിമാ കഥയാണോ? അനാഥ പിള്ളേർ ഓരോരോ ഉന്നത സ്ഥാനങ്ങൾ എത്തുമ്പോ ചിലരെത്തും അവകാശവാദമായി. ആരാണ് സ്ത്രീ? ഞാനാണ്. അതെ, തിരുവല്ലക്കാരി നീനു സക്രിയ. ഞാനാണ് ഡോക്ടർ അജി ഇമ്മാനുവലിന്റെ അമ്മ. ഇരുപത്തിയേഴ് വർഷങ്ങളായി ഞാൻ നീറുകയായിരുന്നു. 19-ാം വയസ്സിൽ നിങ്ങൾ എന്നെ ചതിച്ചിട്ട്. പ്ലീസ്. മറക്കില്ല ഞാൻ. തറവാടിന്റെ മാനം കാക്കാൻ കോഴഞ്ചേരിയിൽ നിന്നും സൂസി ചേച്ചിയോടൊപ്പം എവിടൊക്കെ ഞാൻ അലഞ്ഞു. കണ്ണീരും കിനാക്കളുമായി ഈ നഗരത്തിൽ കുടിയേറിയപ്പോഴും അനാഥ പൈതങ്ങൾക്കായി ജീവിച്ചപ്പോഴും ഒരിക്കലും ഞാൻ കരുതിയില്ല എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. ഭ്രൂണഹത്യ കുലത്തൊഴിലാക്കിയ നിങ്ങൾ ഓർക്കണം ജീവന്റെ വില, അതിന്റെ മൂല്യം. 27 വർഷം മുമ്പ് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ഭ്രൂണഹത്യക്ക് തയ്യാറായിരുന്നെങ്കിൽ. നിങ്ങളെ തേടി വന്ന ദുരന്തങ്ങളെല്ലാം നിങ്ങൾ ഇരന്നു വാങ്ങിയതാണ്. ഒന്നും മറക്കാൻ പറ്റണില്ല എനിക്ക്. പണം, അതായിരുന്നു എന്റെ ലോകം. അത് തന്നെയാണ് എന്റെ തകർച്ചയും. ഞാൻ എന്താ ചെയ്യട്ടെ നീനു? തെറ്റുകളുടെ കൂമ്പാരത്തിലാണ് ഞാൻ. ചെയ്തു പോയ പാപങ്ങളുടെ കണക്കെടുപ്പാണെന്ന്. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പതിക്കുന്ന എന്നെ രക്ഷിക്കാൻ പിതാവേ,
എന്റെ പിതാവേ, ഞാൻ അങ്ങേക്കെതിരായും ഇവർക്കെതിരായും പാപം ചെയ്തു. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഞാനിനി ഭ്രൂണഹത്യ ചെയ്യില്ല. നിന്നിലൂടെ ഞാൻ ജീവന്റെ മൂല്യമറിയുന്നു. നിങ്ങളൊക്കെ മാലാഖമാരാ. നന്മ ചെയ്തുകൊണ്ട് വഴികളിൽ പ്രകാശം പരത്തുന്ന മാലാഖമാർ, വഴിവിളക്കാകുന്ന മാലാഖമാർ. ശപിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്നും അങ്ങേക്കിതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. മറ്റൊരു ഈസ്റ്റർ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ജീവൻ ദൈവിക ദാനമാണ്. അത് നശിപ്പിക്കുവാൻ ആർക്കും അവകാശമില്ല. അത് നശിപ്പിക്കുവാൻ മുൻകൈയെടുത്ത കുടുംബത്തെ, അതെ, ആ കുടുംബം മുഴുവൻ നശിക്കുന്നു നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ജീവനെതിരായ ഏതെങ്കിലും തിന്മകൾ, ഭ്രൂണഹത്യയോ വന്ധീകരണമോ കൃത്രിമ മാർഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി അനുഭവിച്ചുകൊണ്ട് ദൈവം ക്ഷമിക്കാത്ത പാപങ്ങളൊന്നുമില്ല. എളിമയോടെ തമ്പുരാനോട് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാം. നാളെ കുംഭസ്നാനത്തിൽ നമുക്കത് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെക്കുറിച്ച് മനസ്തപിക്കുവാൻ ഈ രാത്രിയിൽ പ്രാർത്ഥനാ നിരതരാവാം. ഈ രാത്രിയിലെ ഗ്രഹപാഠം 1 ലൂക്ക 13 വായിക്കുക. അതോടൊപ്പം പാഠ്യപുസ്തകത്തിലെ ആത്മശോധന നോക്കി നന്നായിട്ടൊന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് എന്റെ കുറവുകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുവാൻ, അതിന് പിന്തിരിയുവാൻ തീരുമാനമെടുക്കുകയും ഒരുങ്ങുകയും ചെയ്യുക. നാളെ കൃത്യസമയത്ത് ധ്യാനത്തിൽ എത്തിച്ചേരാം. സമാപനാശീർവാദം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഈ ധ്യാനത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ കുറവുകൾ കാണിച്ചു തരികയായിരുന്നു. അങ്ങിലേക്ക് തിരിയുവാൻ, ഒരു പൊതുജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ ആഹ്വാനം ചെയ്തു. കർത്താവേ, ഞങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. ഇനിയൊരു ജീവിതം അത് അങ്ങേക്ക് വേണ്ടി മാത്രം. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ഒരു പൊതുജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ വചന ശ്രവണം നടത്തുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആന്തരികവും മാനസികവും ശാരീരികമായ സൗഖ്യം നൽകണമേ. കർത്താവേ, മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അവർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ പാദങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ, കാവൽ നിൽക്കണമേ. സുരക്ഷിതരായ വീടുകളിൽ എത്തിച്ചേരുവാൻ പ്രാർത്ഥനാപൂർവം എന്നെ വിശ്രമിച്ച് നാളെ വീണ്ടും എത്തിച്ചേരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വീടുകളിലേക്ക് മടങ്ങാം. നാളെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക.